Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. സോ ഹായ് ഹലോ ഹാക്കേഴ്സ്. അപ്പോൾ നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് നെറ്റ്വർക്കിങ്ങിന്റെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള നെറ്റ്വർക്ക് ഡിവൈസസുകളെ പറ്റിയിട്ടാണ്. സോ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷനിലോ മറ്റൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരുപാട് നെറ്റ്വർക്ക് ഡിവൈസസും കാര്യങ്ങളും ഉണ്ടാവും. സോ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന നിലയിൽ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിസർച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന നെറ്റ്വർക്ക് ഡിവൈസസും ഇൻക്ലൂഡഡ് ആവും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ആവുന്നത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്താം. അതിനുശേഷം ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനെല്ലാം ഇൻഡിപെൻഡന്റ് പ്ലേലിസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു തിയറി പാർട്ട് കോൺസെപ്റ്റുകളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. സോ ഗെസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ എവരിവൺ, നമുക്ക് ഫസ്റ്റിലെ എന്താണ് ഈ പറയുന്ന നെറ്റ്വർക്ക് ഡിവൈസസ് എന്നതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡ്വെയർ കമ്പോണൻസ് ആണ് അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്ന കമ്പോണൻസിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിവൈസസ് അഥവാ നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയാം. ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ടുഗദർ. എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിനെയും ബാക്കിയുള്ള ഡിവൈസുകളെയും കണക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇത് എൻ്റെ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇത് വേറൊരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആരുടെ ജോലി, നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസുകളുടെ ജോലി. ആൻഡ് ഈ പറയുന്ന കണക്ഷൻ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതിയോ, പോരാ. എന്ത് ചെയ്യണം, അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ ഡേറ്റ ട്രാൻസ്ഫറും എന്ത് ചെയ്യണം, നടത്തണം. സോ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസസിന്റെ പാർട്ടായിട്ട് വരിക. സോ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് നോക്കാൻ പറ്റുന്നത് ഹബ് ഉണ്ട്, ഫയർവാൾ ഉണ്ട്, റൗട്ടർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. സോ ഇതിന് ഓരോന്നിനെ പറ്റി നമുക്ക് ഇൻ ഡെപ്ത് നോക്കാം. സോ ഹബ്ബ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോൺസെപ്റ്റ്. സോ ഈ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ കോമൺലി നമ്മൾ എല്ലാ ഇൻഡസ്ട്രീസിലും കാണുന്ന ഒരു തിങ് ആണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ഈ പറയുന്ന ഹബ്ബ് എന്ന് പറയുന്നത്. ഈ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലിരിക്കുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. ദെൻ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, കുറേ പോർട്സുകൾ ഉണ്ടാവും. ഇതേപോലെ കുറേ പോർട്സുകൾ ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും. ഈ പോർട്സുകളിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓരോ സിസ്റ്റംസ് ഈ പറയുന്ന ഇപ്പോൾ PC1 ഇതൊരു PC ആണ്, ഇത് അടുത്തൊരു PC ആണ്, ഇത് അടുത്തൊരു PC ആണ്, ഇത് അടുത്തൊരു PC ആണ്. ഇവരെല്ലാവരും തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തങ്ങ് വെക്കും. സോ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഹബിന്റെ അകത്ത് ഈ പറയുന്ന ഡിവൈസസുകളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സെർവർ ഉണ്ടാവും അല്ലേ. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡേറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സെർവേഴ്സ് എന്ന് വിളിക്കുക. കമ്പ്യൂട്ടർ തന്നെയാണ്. സോ ഈ പറയുന്ന സെർവറും ഈ പറയുന്ന ഹബ്ബുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഈ പറയുന്ന ഹബ്ബും സെർവറും കണക്റ്റഡ് ആവുന്ന സമയത്ത് ഇവരെല്ലാവരെയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവർക്ക് എന്തായിട്ട് മാറി, ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു നെറ്റ്വർക്ക് ആയിട്ട് മാറി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കാറ്, ലാൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലാൻ നെറ്റ്വർക്ക് അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒക്കെ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്ത് വെക്കുന്നത്. സോ ഇവരെല്ലാവരും കൂടെ കൺസിഡർ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ആയിട്ടുണ്ട്. സോ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സോ ഇനി നമുക്ക് തിയറി നോക്കാം. തിയറി പാർട്ട് പറയുന്ന ടൈമിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്ന് രണ്ട് കോൺസെപ്റ്റുകൾ പറയാനായിട്ടുണ്ട്. ഫസ്റ്റിലെ ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്ത് അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി, നമ്മുടെ ഹബിന്റെ ജോലി. മാത്രമല്ല ഇതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഡേറ്റ റിസീവ് ചെയ്യും ഒരു ഡിവൈസിൽ നിന്ന്, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബ്രോഡ്കാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ PC1 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ PC1ൽ നിന്ന് എനിക്ക് ഒരു ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഇത് നേരെ ഹബിലോട്ട് വരും. ഹബ്ബ് ഈ പറയുന്ന ഡേറ്റയെ എല്ലാവരിലോട്ട് സെൻഡ് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ PC1ന് ഓക്കെ, ഇവിടെ PC1 എന്ന് കൊടുത്തേക്കുന്നത്. എനിവേ, സോ ഇത് PC1 ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇത് PC2, ഇത് PC3, ഇത് PC4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ PC1ൽ നിന്ന് ഒരു ഡേറ്റ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ ഇതെനിക്ക് ചിലപ്പോൾ സെൻഡ് ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് വരുന്ന ഈ PC-ലോട്ടായിരിക്കും. ബട്ട് ഇത് എന്ത് ചെയ്യും, ഹബ്ബ് എല്ലാവരിലോട്ടും ഈ ഡേറ്റ ഷെയർ ചെയ്യും. അതിൻ്റെ അകത്ത് ഏതിലാണോ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉള്ളത് അവർ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ബട്ട് എല്ലാവർക്കും എന്ത് കിട്ടും, ഈ പറയുന്ന ഡേറ്റ കിട്ടും. സോ എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സൈബർ സെക്യൂരിറ്റി ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അതെന്താണ് പോസിബിൾ ആയിട്ട് നല്ലൊരു കാര്യമാണോ, ഒരിക്കലും അല്ല അല്ലേ. സോ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഡിവൈസസ് ഉണ്ട്. എനിവേ, നമ്മുടെ ഹബ്ബ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ ശരിക്കും എന്താണ്, ബ്രോഡ്കാസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും, എല്ലാ ഡിവൈസസിലും കിട്ടും. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടൊരു കോൺസെപ്റ്റ് വരുന്നതാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്, സിംപ്ലക്സ് എന്നൊക്കെ പറയുന്ന ഓരോ കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയാണ്. നമുക്ക് അതും കൂടി ജസ്റ്റ് നോക്കിയതിന് ശേഷം ബാക്കി പറയാം. സിംപ്ലക്സ് മോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡേറ്റയെ സെൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ പറയുന്ന ഡേറ്റ ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ അത് ഒരു ഡയറക്ഷനിൽ കൂടി മാത്രമായിരിക്കും. ഓക്കെ, സോ ഒരു ഡയറക്ഷനിൽ കൂടി മാത്രമേ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിംപ്ലക്സ് മോഡ് എന്ന് പറയാം. സോ നമുക്കിനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് വിച്ച് ഈസ് കോൾഡ് ആസ് ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ് എന്ന് നമ്മൾ പറയാം. സോ ഹാഫ് ഡ്യൂപ്ലക്സ് മോഡിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അറ്റ് എ ടൈം രണ്ട് സിംപ്ലക്സുകളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയാനായിട്ട് പറ്റും അല്ലേ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും, ദെൻ ബി അത് റിസീവ് ചെയ്യും.
ബിക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, എ അത് റിസീവ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് എക്ക് ബിയിലോട്ട് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബിക്ക് തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല. ബട്ട് ഇവിടെ എക്ക് ബിയിലോട്ട് സംസാരിക്കാം, ബിക്ക് എയിനോട് സംസാരിക്കാം. ബട്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇവർ രണ്ടുപേരും സൈമൾട്ടേനിയസ്ലി സംസാരിക്കാനായിട്ട് പറ്റില്ല. അതായത് സെയിം ടൈം എക്കും ബിക്കും അറ്റ് സെയിം ടൈം എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഡേറ്റാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് എയിൽ നിന്ന് ബിയിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, ബിയിൽ നിന്ന് എയിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യത്തില്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഒബ്വിയസ്ലി ഇനി നിങ്ങൾക്ക് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞതിന്റെ വരില്ല, നിങ്ങൾക്ക് ഞാൻ ഊഹിച്ചെടുക്കാം. വേറെ ഒന്നും തന്നെയില്ല. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ബൈ ഡയറക്ഷനിലായിട്ട്, അതായത് എക്ക് ഇങ്ങോട്ടും ബിക്ക് തിരിച്ചിങ്ങോട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറ്റ് ദ സെയിം ടൈം ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. നമ്മുടെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹബ്ബ് പോലെ തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറച്ചുകൂടി ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. നമ്മൾ ഹബിനെ സംബന്ധിച്ച് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എല്ലാവർക്കും പോകുമെന്ന് പറഞ്ഞല്ലേ. ബട്ട് കൺസിഡറബിളി ഇവിടെ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും കുറച്ചുകൂടെ സെക്യൂർ ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഹബിന്റെ കേസ് പറഞ്ഞ ടൈമിൽ എന്തോ പറഞ്ഞേ, ഈ പറയുന്ന പോലെ ഡിവൈസുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണ് പോകുന്നത്. അതിന്റെ ഡെസ്റ്റിനേഷൻ പോർട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് വെച്ചിട്ടോ മറ്റൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ പറയുന്ന പോലെ ഡേറ്റാസിനെ കളക്ട് ചെയ്യുകയും ബാക്കി സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ബട്ട് സ്വിച്ചിന്റെ കേസ് വരുന്ന ടൈമിൽ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ഒരു സ്മാർട്ട് ഡിവൈസ് ആണ്. സോ ഈ പറയുന്ന സ്മാർട്ട് ഡിവൈസുകൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ഡിവൈസുകൾ എന്ത് ചെയ്ത് വെക്കും, ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഹബ്ബ് പോലെ ആയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഹബിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സ്വിച്ചിന് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നമ്മൾ പറഞ്ഞു പോർട്ടുകൾ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പൊ കൺസിഡർ നമുക്ക് ഈ പറയുന്ന P3 എന്ന് പറയുന്ന പോർട്ടിന്റെ അകത്ത് കണക്ട് ചെയ്തേക്കുന്നത് AFF23 എന്ന് പറയുന്ന പർട്ടിക്കുലർ മാക് അഡ്രസ്, ഈ പറയുന്ന 23 എന്ന് പറയുന്ന മാക് അഡ്രസ്സിലുള്ള ഡിവൈസ് ആണെങ്കിൽ ഈ പറയുന്ന പോർട്ട് 3 നമ്മൾ എന്തെന്ന് സെറ്റ് ചെയ്ത് വെക്കും, 23 ആണ് കണക്ട് ചെയ്ത് വെക്കും. അതേപോലെ എല്ലാ പോർട്സിലും ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെന്ത് ചെയ്ത് വെക്കും, കണക്ട് ചെയ്ത് വെക്കും, ഇവരുടെ മാക് അഡ്രസ്സിനെ കണക്ട് ചെയ്ത് വെക്കും. ദെൻ ഈ മാക് അഡ്രസ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും പോർട്ട് എടുക്കുക. ഈ പറയുന്ന പർട്ടിക്കുലർ പോർട്ടിലോട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡേറ്റ സെൻഡ് ചെയ്യുള്ളൂ. കൺസിഡർ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ പറയുന്ന പോർട്ട് 1 കണക്ട് ചെയ്തേക്കുന്നതിന്റെ മാക് അഡ്രസ് 22 അല്ലേ. ഇതിൽ നിന്ന് എനിക്കൊരു ഡേറ്റ മാക് അഡ്രസ് 20 സെൻഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ PC1 ഉണ്ടല്ലോ, അതായത് പോർട്ട് 1 കണക്ട് ചെയ്തേക്കുന്ന 22 മാക് അഡ്രസ് ഉള്ള ഈ ഡിവൈസ് ഇവിടെ നിന്ന് ഡേറ്റ ആർക്ക് കൊടുക്കും, സ്വിച്ചിലോട്ട് പാസ് ചെയ്യും. സോ സ്വിച്ചിലോട്ട് ഡേറ്റ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡേറ്റയുടെ കൂടെ ഏതാണോ ഡെസ്റ്റിനേഷൻ അതിന്റെ മാക് അഡ്രസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക് അഡ്രസ് എത്രയാണ്, 20 ആണല്ലേ നമ്മുടെ മാക് അഡ്രസ്. സോ 20 വരുന്ന മാക് അഡ്രസ് വരുന്ന പോർട്ട് ഏതായിരിക്കും, വിച്ച് ഈസ് P2 അല്ലേ. ഈ പറയുന്ന P2 ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, മാക് അഡ്രസ് 20 വരുന്ന പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിന് ഇനി ഇത് P2 മാത്രം ഫോർവേഡ് ചെയ്താൽ പോരെ. ഈ കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിനെ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആക്കുന്നത്. ബട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. കാര്യം ഇതൊരു ഇന്റലിജന്റ് ഡിവൈസ് ആയതുകൊണ്ട് വലിയ വലിയ ഇൻഡസ്ട്രീസിന്റെ അകത്തൊക്കെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്, സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ സെക്യൂർ. സോ ഇനി നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റൗട്ടർ എന്ന് പറയുന്നത്. റൗട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിൽ യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും റൗട്ടർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻഡസ്ട്രി ഗ്രേഡിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ റൗട്ടേഴ്സിനെ വളരെയധികം യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഈ പറയുന്ന റൗട്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു നെറ്റ്വർക്കിനെ വേറൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ കൺസിഡർ, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തുണ്ട് പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡെസ്ക്ടോപ്പ് PC ഉണ്ട്, ദെൻ സ്മാർട്ട് TV ഉണ്ട്, ഗെയിമിംഗ് കൺസോൾ ഉണ്ട്, നോട്ട്ബുക്ക് PC ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, പ്രിന്റർ ഉണ്ട്. സോ ഈ ഡിവൈസസ് എല്ലാം നമുക്ക് എന്താണ്, ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും ചേർന്നപ്പം ഇതൊരു പാൻ ആയില്ലേ. ഇപ്പൊ ഈ പാൻ എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനൽ ഇന്റർനെറ്റ് അഥവാ നമ്മുടെ ISP ഒക്കെ കണക്ട് ചെയ്ത് ഹോൾ ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും, റൗട്ടറിനെ യൂസ് ചെയ്യും. റൗട്ടറിനെ യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വയർലെസ് കണക്ഷൻസ് പാസ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ അകത്ത് റൗട്ടറിൽ നിന്ന് വയർലെസ് കണക്ഷൻ എടുക്കാം, വയേർഡ് കണക്ഷൻ എടുക്കാം. നിങ്ങൾ റൗട്ടറിന്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓരോ പോർട്സ് ഉണ്ടാവും. സോ ആ പോർട്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇഥർനെറ്റ് കേബിൾസ് യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് അങ്ങനെ അവൈലബിൾ ആക്കാം. അതല്ലെങ്കിൽ നമുക്ക് വൈഫൈ, നമ്മുടെ വയർലെസ് ആയിട്ടുള്ള നെറ്റ്വർക്കും കൺസ്യൂം ചെയ്യാവുന്നതാണ്.
സോ ഈ റൗട്ടർ ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വൈഫൈയും ഉണ്ട് ഇഥർനെറ്റും ഉണ്ട്. ഇതിനകത്ത് രണ്ടും വരുന്ന ഡേറ്റ പാക്കറ്റ്സ് ഏതിൻ്റെ അകത്തോടെ തന്നെയാണ് വരുന്നത്? നമ്മുടെ റൗട്ടറിൻ്റെ അകത്തോടെ തന്നെയാണ് വരുന്നത്. ദെൻ റൗട്ടർ എന്ത് ചെയ്യും? ഇതിനെ നേരെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? മോഡത്തിലേക്ക് പാസ് ചെയ്യും. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഡിവൈസ് എടുത്ത് നോക്കിയാൽ റൗട്ടറിനെ വേറൊരു ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. അതാണ് ഈ പറയുന്ന മോഡം. ഈ മോഡമാണ് നമ്മുടെ ഈ പറയുന്ന ഔട്ട്ഡോർ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ISP ആയിട്ട് കണക്ട് ആവുക. നമ്മുടെ വെളിയിലുള്ള ലൈൻ കമ്പിയിൽ നിന്നാണ് ഇവരെ ഈ വയർ എടുത്ത് കണക്ട് ചെയ്ത് നമ്മുടെ മോഡത്തിൽ കണക്ട് ചെയ്യുന്നത്. ദെൻ മോഡവും റൗട്ടറായിട്ട് കണക്ട് ചെയ്യും. സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ ഡെസ്ക്ടോപ്പ് PC നിന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുക. സോ ഈ വീഡിയോയുടെ ഫസ്റ്റ് റിക്വസ്റ്റ് പോകുന്നത് റൗട്ടറിലോട്ട് പോകും. ദെൻ റൗട്ടറിൽ നിന്നുകൊണ്ട് ഈ സാധനത്തിന് ആരിലോട്ട് പാസ് ചെയ്യും? മോഡത്തിലോട്ട് പാസ് ചെയ്യും. മോഡം എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന ലൈൻ കമ്പീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ലൈൻസിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഇന്റർനെറ്റിന്റെ വയേഴ്സ് ത്രൂ നമ്മുടെ ISPയിലോട്ട് പോകും. ദെൻ ISP ആണ് അതിനെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത്? ഈ പർട്ടിക്കുലർ യൂട്യൂബിന്റെ സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇൻഡെപ്ത് കാര്യങ്ങൾ പറഞ്ഞതാണ്. സോ നമ്മുടെ നെക്സ്റ്റ് നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ആസ്പെക്റ്റിലാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഫയർവാൾ എന്ന് പറയുന്നത്. സോ ഫയർവാൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മുടെ പ്രൈമറി അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫയർവാളാണ്. ബേസിക്കലി ഇത്ര മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഔട്ട്ഡോർ ഒരു ഇന്റർനെറ്റ് ഉണ്ടാവും. ഈ ഇന്റർനെറ്റ് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ലെവലിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇന്റേണൽ നെറ്റ്വർക്കും ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്റർനെറ്റും ഉണ്ടാവും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചായിരുന്നു ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും ഇന്റർനെറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇതുപോലെ ഇൻട്രാനെറ്റിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഇന്റേണൽ നെറ്റ്വർക്സിൽ വരുന്ന PCs, ഒരു ഓർഗനൈസേഷന്റെ PCകൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ അകത്തേക്ക് ഡേറ്റാസ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഡിവൈസസിലോട്ടെങ്ങാനും പുറത്തെ ഇന്റർനെറ്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് മോണിറ്റർ ചെയ്യുന്ന ആളാണ് ശരിക്കും പറഞ്ഞ ആരെന്ന് പറയുന്നത്? നെറ്റ്വർക്ക് ഫയർവാൾ എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്ക് ഫയർവാളിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. നമ്മുടെ ഏതൊരു പാക്കറ്റ് ആയാലും ഇപ്പം ഇന്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് വന്നാൽ പോലും ഇത് ആദ്യം കയറുന്നത് ഈ പറയുന്ന നെറ്റ്വർക്ക് ഫയർവാളിലായിരിക്കും. ഇവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും കേട്ടോ. നമുക്ക് ഫയർവാൾ എങ്ങനെ കോൺഫിഗർ ചെയ്യണമെന്ന് വേറെ വീഡിയോ ചെയ്യാം. സോ ഈ പറയുന്ന റൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇതെല്ലാം ഓക്കെ ആണ്, അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് ഇന്റർണൽ നെറ്റ്വർക്കിന്റെ അകത്തോട്ട് ഏത് ഡിവൈസിലോട്ടാണോ കൊടുക്കാനുള്ളത് അങ്ങോട്ടേക്ക് പാസ്സാവും. ഇല്ലെങ്കിൽ ഫയർവാൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്ത് കളയും. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയർവാൾ വർക്ക് ചെയ്യുക. കുറേ എന്തിന്റെ ബേസിസിൽ? റൂൾസിന്റെ ബേസിസിൽ. നമ്മൾ ഇതിനെ ട്രാഫിക് ഫിൽട്ടറിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യാറ്. ഇതെന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന DDoS അറ്റാക്സ് ഉള്ള അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഓതറൈസേഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്, ഓതറൈസേഷൻ ചെക്കുകൾ, സെക്യൂരിറ്റി ചെക്കുകൾ നടത്താനായിട്ട് സഹായിക്കുന്നു. നമുക്ക് ഈ പാക്കറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് വരും. ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ പാക്കറ്റിനെ നമുക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻഡെപ്തിൽ പോയി അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ഫയർവാൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് പർട്ടിക്കുലർ സെക്യൂരിറ്റി പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് സെക്യൂരിറ്റി പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ റൂൾസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡിന് റൂൾ കാണും, അതുപോലെ തന്നെ നമ്മൾ പോവേണ്ട വെബ്സൈറ്റ്സിന്റെ പ്രോട്ടോകോൾസിന് റൂൾ കാണും. ഇതൊക്കെ ഓരോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്. സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്ത് വെക്കും. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡുകളെ എൻഫോഴ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നെറ്റ്വർക്കിന്റെ ഫയർവാൾ ലെയേഴ്സ് വെച്ചിട്ടാണ്. ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് IPS, IDPS ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കോൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഡെപ്ത് നെക്സ്റ്റ് വീഡിയോസിൻ്റെ അത് നോക്കാം. കൺസോൾ ഇത്രമാത്രം മനസ്സിലാക്കാൻ നെറ്റ്വർക്ക് ഫയർവാൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇതിൻ്റെ അത് കുറേ റൂൾസും കാര്യങ്ങളും ഉണ്ട്. ദെൻ എന്ത് ചെയ്യും? ഇത് നമുക്ക് ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറേ അധികം കോൺസെപ്റ്റുകൾ പറഞ്ഞു, എന്നാലും വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ മാക്സിമം പറയാനായിട്ട് ശ്രമിച്ചത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യുക. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിൽ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും റൈറ്റ് ചെയ്യണം. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നിങ്ങളെ പോലെ സെക്യൂർ ആയിട്ടിരിക്കട്ടെ ആൻഡ് സൈബർ സെക്യൂരിറ്റി അവെയർ ആയിട്ടിരിക്കട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിൽ സൈബർ സെക്യൂരിറ്റി അവെയർനെസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് കീ വാല്യൂ പോയിന്റ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു സാധനമാണ്. സോ കീപ് ഇറ്റ് വിത്ത് യു. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ.